الفادي وأم الكون وأم المسكون كله، أم الفادي وأم الكون وأم المسكون كله. يا مريم لا تنسينا قلوب الحق اهدينا، يا مريم لا تنسينا قلوب الحق اهدينا. نصلي لك عينينا واشفعي باللي صلى، نصلي لك عينينا واشفعي باللي صلى. يا مريم يا أم الله ابنك بالمجد تجلى، يا مريم يا أم الله ابنك بالمجد تجلى. أم الفادي وأم الكون وأم المسكون كله، أم الفادي وأم الكون وأم المسكون كله. يا مريم قلبك ينبوع الحب وبتعين الموجوع، يا مريم قلبك ينبوع الحب وبتعين الموجوع. اطلبي من ابنك يسوع عن شعبه لا يتخلى، اطلبي من ابنك يسوع عن شعبه لا يتخلى. يا مريم يا أم الله ابنك بالمجد تجلى، يا مريم يا أم الله ابنك بالمجد تجلى. أم الفادي وأم الكون وأم المسكون كله، أم الفادي وأم الكون وأم المسكون كله. يا مريم حبك غالي يا أمي وأم عيالي، يا مريم حبك غالي يا أمي وأم عيالي. إن شاء الله بالمجد العالي نتلاقى فيك إن شاء الله، إن شاء الله بالمجد العالي نتلاقى فيك إن شاء الله. يا مريم يا أم الله ابنك بالمجد تجلى، يا مريم يا أم الله ابنك بالمجد تجلى. أم الفادي وأم الكون وأم المسكون كله، أم الفادي وأم الكون وأم المسكون كله. أم الفادي وأم الكون. Thank you, friends, for joining. Thank you, Joseph P.A., Eldoy O.M. Molapuriyil, Georgie George, Albert Yohanan, Alexander Matthew, Vinod Pandalam, Saji Joy, Sunil Peter Kundur, Anita Abraham, Bijo Isaac, Jacob C. Samuel, Shaji Samuel, Philip K.M., Ashley Yeshudas, Gigi Abraham, Jesselyn J., Wilson Edapat Varghese, Koshi Kurivula, Siju Papachan, Rennie Sebastian, Isaac V. Matthew, Mini Rennie, Mickey Moll, Anthony, Milko Tuligaj, Giveries, Josh Monchurch, Philip Stephen Tangandarayil, B. Philip Animutil, Rajipi Kurivala, Biju KB, Molly Saji, Biju PDKL, Sudash Vincent, James P. Jaco, Jacob George, Santosh Thomas Tayil, Joby Kuriakos, Charlie George, Bijo Isaac, Mailakat Chaco, Joy KS, Kuriakos J. Punchalil, Subhash Vincent, Dilip Kurian, Robin John, Kuriakos Pulimutu Kurivala, Sunil Varghese Spidey, Binu Joseph, Nainan Abraham, Sunil Peter Kundur, Binu George. Thank you everyone. Georgie George, Binu Alexa, Jijin Matthew, Reverend Thomas Matthew, Susan Joseph, Raju Laiker, Biju Changanasheri, Jijo Alapat, Koshi Kurula, George Matthews, Pulkir Thomas. ഹായ്, പേര് പറയാത്തവർക്കും ഞാൻ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹപ്രദമായ ഒരു വാരാന്ത്യം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ചാണ്. പരിഭ്രാന്തി പൂണ്ട പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ അർത്ഥമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. വെറുതെ എന്തൊക്കെയോ പറയുന്നെന്നാണ്. കാരണം നമ്മൾ പറയുന്ന എന്താണെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാതെയാണ് നിലവിളിക്കുന്നത്. നമ്മൾ സഭയെക്കുറിച്ചാണ് പറയുന്നത്. അവർ ബൈബിള് അടിസ്ഥാനപ്പെടുത്തി അവർ രൂപീകരിക്കുന്ന ക്ലബ്ബുകളെ കുറിച്ച് സംസാരിക്കുന്നു.
ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി. അപ്പം ബൈബിളാണ് അടിസ്ഥാനമെന്ന് തെളിയിക്കുവാൻ അവർ പരിശ്രമിക്കുന്നു. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അത് തിമോത്തിയോസിന് എഴുതുമ്പോൾ പൗലുസ്ലിഹ 2 തിമോത്തി 3 എഴുതിയിരിക്കുന്നതാണ്. വളരെ പ്രസിദ്ധമായ വാക്യമാണ്. 2 തിമോത്തിയോസ് 3:16 വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം ആകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. സോള സ്ക്രിപ്ചറ എന്ന ഒരാശയം, അതിനടിസ്ഥാനമായിട്ട് അവർ അവലംബമാക്കുന്ന ബൈബിൾ ഭാഗമാണ് നമ്മൾ വായിച്ചത്. 2 തിമോത്തി 3:16. ഇവിടെ നമ്മൾ പറയാം, ഓൾ സ്ക്രിപ്ചർ ഇൻസ്പയർഡ് ഓഫ് ഗോഡ് ആൻഡ് ഈസ് പ്രൊഫിറ്റബിൾ ഫോർ ടീച്ചിങ്, റിപ്രൂവിങ്, കറക്റ്റിംഗ്, ഇൻസ്ട്രക്റ്റിംഗ്. ആണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം പല കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. ഒന്ന്, പ്രൊഫിറ്റബിൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനപ്രദം ആകുന്നു. ഇറ്റ് ഈസ് പ്രൊഫിറ്റബിൾ. ഇറ്റ് ഈസ് പ്രൊഫിറ്റബിൾ എന്നാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൊഫിറ്റബിൾ നമ്മൾ ഗ്രീക്ക് വായിക്കുമ്പം ഒഫേലിമോസ് എന്ന ഒരു ഗ്രീക്ക് വാക്കാണ് നമ്മളവിടെ കാണുന്നത്. പ്രയോജനപ്രദമാകുന്നു, യൂസ്ഫുൾ. ഇറ്റ് ഈസ് യൂസ്ഫുൾ. ഇപ്പൊ അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ഈ തിരുവെഴുത്തുകൾ ഉപയോഗമുള്ളതാണ്, പ്രയോജനമുള്ളതാണ്, പ്രയോജനപ്രദമാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ. അപ്പൊ അവിടെ അതിന് സഫിഷ്യന്റ് എന്ന് അർത്ഥം വരുന്നില്ല. ഈ തിരുവെഴുത്ത് മാത്രമാണ് എന്ന് അവിടെ ഒരു അർത്ഥം വരുന്നില്ല. ക്രിസ്തീയ ദൈവശാസ്ത്രം രൂപപ്പെടുന്നത് പല ഘടകങ്ങളിൽ നിന്നാണ്, തിരുവെഴുത്തിൽ നിന്ന് മാത്രമല്ല. തിരുവെഴുത്ത് മാത്രമെന്ന് ശഠിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിലെ പെന്തക്കോസ്തുകാർ, അതിൽ ചിന്തിക്കുന്ന ആളുകൾ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ചിന്തകൾ വിഡ്ഢികളുടെ അരക്കില്ലങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂഢസ്വർഗം എന്നൊക്കെ പറയാം. പെന്തക്കോസ്തുകാരുടെ സ്വർഗത്തെ കുറിച്ചാണ് ആ വാക്കുണ്ടായിട്ടുള്ളത്, മൂഢസ്വർഗം. ഇപ്പം മൂഢസ്വർഗങ്ങളിൽ വിരാജിക്കുന്ന പെന്തക്കോസ്തുകാർക്ക് പരിഭ്രാന്തി വന്നു. ഇവര് പറയുന്ന സോളാ സ്ക്രിപ്ചറ, അല്ലെങ്കിൽ തിരുവെഴുത്ത് മാത്രം, തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ. പെന്തക്കോസ്തുകാരുടെ ഉപദേശത്തിന് ഒട്ടും നിരക്കുന്നതല്ല. കർത്താവായ യേശുക്രിസ്തു സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെയാണ് അയച്ചത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് വാഗ്ദാനവും ചെയ്തത്. കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്, ഒരു വ്യക്തിയെ പറ്റിയാണ്. ഐ വിൽ സെൻഡ് അനദർ കൗൺസിലർ. അപ്പൊ തന്നെ പോലെ തന്നെ ഒരു സഹായകനെ അയക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധ റൂഹായാണ് സഭയെ നയിക്കുന്നത്, ഒരു പുസ്തകമല്ല. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ആൻഡ് ഹി സെന്റ് എ ബുക്ക്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഒരു പുസ്തകം അയച്ചു കൊടുത്തു. അങ്ങനെയല്ല, ഗോഡ് സെന്റ് ഹിസ് സൺ. ഗോഡ് സെന്റ് ഹിസ് സൺ, ഒരു പേഴ്സണെയാണ് അയച്ചത്. അക്ഷരത്തിലൂടെ അല്ല, ആത്മാവിലൂടെ, ഒരു വ്യക്തിയിലൂടെ.
എഴുതി അയക്കാൻ എനിക്ക് താല്പര്യമില്ല, മുഖാമുഖം സംസാരിക്കുവാനാണ് താല്പര്യം. അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് സഭ. അപ്പൊ അതിനിടയിൽ ഒരു പുസ്തകമല്ല. ഞാൻ വീണ്ടും പറയാം, നമ്മുടെ അകത്ത് ഇസ്ലാമിക ചിന്താധാര കടന്നുകൂടിയിരിക്കുകയാണ് ക്രിസ്ത്യാനികൾക്ക്. അവിടെയാണ് ഈ പെശകെല്ലാം ഉണ്ടായത്. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. ഇപ്പൊ പേഴ്സൺ ടു പേഴ്സൺ ആണ്. അപ്പൊ ക്രിസ്ത്യൻ ചർച്ചിൽ ഡോക്ട്രിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിലും കറക്ഷൻ ആണെങ്കിലും റിപ്രൂഫ് ആണെങ്കിലും എല്ലാം സംഭവിക്കുന്ന എല്ലാത്തരം എഡിഫിക്കേഷൻസും എല്ലാ എൻകറേജ്മെന്റും എല്ലാ ഗൈഡൻസും ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ്, പുസ്തകത്തിലൂടെ അല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ 2 യോഹന്നാൻ 3 യോഹന്നാൻ ഈ 2 ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്നത്, എനിക്ക് പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനുണ്ട്, പക്ഷേ എഴുതുവാൻ താല്പര്യമില്ല. എഴുതി കഴിയുമ്പോൾ അത് മറ്റൊരു മാധ്യമമാണ്, പക്ഷേ നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പം മുഖാമുഖമായി ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. ഇൻകാർണേഷൻ. ആ ഇൻകാർണേഷനിൽ വിശ്വസിക്കാത്തവരാണ് പെന്തക്കോസ്തുകാർ. അവർക്ക് അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തു ഒരു മായക്കാഴ്ചയായിരുന്നു എന്നാണ് അവർ പറയുക. തെളിവുകൾ വേണമെങ്കിൽ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, തരാം. ആരെങ്കിലും ചോദിച്ചാൽ വീഡിയോ തരാം. അവർ പറയുന്നത് ഇൻകാർണേഷനിൽ അവർ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത ആഴ്ച ഇൻകാർണേഷനിൽ വിശ്വസിച്ചെന്നിരിക്കും. കാരണം അവർക്ക് പ്രത്യേകിച്ച് വിശ്വാസ പ്രമാണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. എന്തും മാറ്റി പറയാൻ പറ്റും. കാരണം അവർക്ക് നിയതമായ ഒരു ഉപദേശ രൂപമില്ലല്ലോ. അപ്പം അവരെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി പറയും. വേശ്യകൾ സാക്ഷി പറയുന്ന പോലെയാണ് പെന്തക്കോസ്തുകാർ സംവാദത്തിന് വരുന്നത്. അവർക്ക് യാതൊരു ലൈസൻസും ഇല്ല, എന്തും പറയാൻ പറ്റും. മാന്യതയില്ലാത്ത സംവാദ ശൈലിയാണ്. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവരെന്താ ഉപദേശിക്കുന്നത്, അവരെന്താ വിശ്വസിക്കുന്നത്, ഇതുവരെ അവർ തീരുമാനിച്ചിട്ടില്ല. കുറച്ചു മുമ്പേ ഒരു ചെറുപ്പക്കാരൻ നിന്ന് അലർന്ന് കേട്ടു, പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വരൂ, ഇവിടെ പല കുറവുണ്ട്, പക്ഷെ നമുക്കിതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാം, നമുക്കൊരു ഉപദേശമൊക്കെ ഉണ്ടാക്കാൻ വരാനാ പറയുന്നത്. എന്തൊരു ദയനീയമാണ്. 110 കൊല്ലം കഴിഞ്ഞിട്ട് ഉപദേശമില്ല, ഇനി ഉപദേശം ഉണ്ടാക്കാന്നാണ് പറയുന്നത്. ഉണ്ടാക്കിയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് നോക്കാമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഉപദേശം ഇല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചു. ഉപദേശം ഇല്ലാത്ത ആളുകൾ എന്ത് സംവാദത്തിനാണ് ക്ഷണിക്കുന്നത്? ഞാൻ സുറിയാനി സഭയിൽ നിന്ന് പെന്തക്കോസ്തു കുഴികളിൽ കിടക്കുന്ന ആളുകളെ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ സൂം ദർബാർ, അതായത് ഗ്ലോറിയസ് ദർബാർ എന്ന സൂം ഗ്രൂപ്പിൽ ഫോറത്തിൽ വന്ന് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ധാരാളം ആളുകൾ അവിടെ എപ്പോഴും കാണും. നിങ്ങൾക്ക് അവിടെ സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ലൈവിൽ ജോയിൻ ചെയ്യാം. ഒരു റിക്വസ്റ്റ് നേരത്തെ അയച്ചാൽ ഈ ലൈവിൽ ജോയിൻ ചെയ്യാം. ലൈവിൽ ജോയിൻ ചെയ്ത് പരസ്യമായിട്ട് സംസാരിക്കണേ, അങ്ങനെ സംസാരിക്കാം. ഇത് സുറിയാനി സഭകളിൽ നിന്നും പെന്തക്കോസ്റ്റൽ കൾട്ട് ഗ്രൂപ്പുകളിൽ പെട്ടുകിടക്കുന്ന എല്ലാവർക്കുമുള്ള ഓപ്പൺ ഇൻവിറ്റേഷനാണ്. ഇതാണ്. അല്ലാതെ സ്വന്തമായി ഉപദേശമില്ലാത്ത ഒരു ഗ്രൂപ്പുകാർ നടത്തുന്ന സംവാദത്തിൽ പോയിരുന്ന് എന്ത് സമ്മതിക്കാനാണ്? കുറച്ചു മുമ്പേ ഒരു ചെറുപ്പക്കാരൻ നിന്ന് നിലവിളിക്കുന്ന കണ്ടു. ശരി, ഞങ്ങളെ സംബന്ധിച്ചത് തമാശ അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു സഭയാണെങ്കിൽ നിങ്ങളുടെ ഉപദേശം എന്താണ്? അങ്ങനെ ഒരു ഉപദേശം നിങ്ങൾക്കുണ്ടോ? ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയും. നമുക്കത് ഒരെണ്ണം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ഉപദേശം ഇല്ലല്ലോ. ഉപദേശം ഉണ്ടെങ്കിൽ ആ ഉപദേശങ്ങളുമായിട്ട് വരൂ. അപ്പം നമുക്ക് സംവാദം നടത്താം. ഉപദേശം സ്വന്തമായിട്ടില്ലാത്ത നിങ്ങൾ എന്ത് സംവാദം നടത്താം? അത്താനാസിയസും ബെസേലിയസും ജൂലിയോസും ഗ്രിഗോറിയസും അന്തിമോസും ഈവാനിയോസും ദിയസ്കോറസും കൂറിലോസും ഇവരൊക്കെ ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെയാണ് നീയൊക്കെ സംസാരിക്കുന്നത്. കെ എബ്രഹാം രാത്രി എതുവഴിയൊക്കെ പോയെന്ന റൂട്ട് മാപ്പ് തപ്പ്. നിങ്ങളുടെ ഉപദേശകാരെ കല്ലെറിഞ്ഞ് കഴിച്ച് അവർ ഓടിയ വഴി പുല്ല് കിളുത്തായിരുന്നോ കിളുത്തില്ലായിരുന്നോ, അവിടെ അങ്ങനെയാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ തിരക്ക്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ചരിത്രം തിരക്കാൻ ആ ഭാഗങ്ങളിലൊക്കെ അന്വേഷിച്ചാൽ പോരെ. കുമ്പനാടും പ്രാന്തപ്രദേശങ്ങളിലും TG ഉമ്മച്ചൻ പോയത് ഇതുവഴി, ഇതൊക്കെ തിരക്കട്ടെ. വലിയ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല.
വെറുതെ ഇരുന്ന് നിലവിളിക്കുക. എന്നിട്ട് അവർ തന്നെ പറയുകയാണ് നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഒരുത്തനിരുന്ന് പറയുന്നു, അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് ആയിരുന്ന ഇഗ്നാത്യോസ് ജീവിച്ചിരുന്നിട്ടേ ഇല്ല. എവിടെയെങ്കിലും സ്കോളാസ്റ്റിക് വേൾഡിൽ പറയാൻ കൊള്ളാവുന്ന കാര്യമാണ്. ഇത്തരം മന്ദബുദ്ധികളാണ് സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉപദേശം ഉണ്ടാക്കുക. അപ്പൊ ഉപദേശം ഉണ്ടാകുന്നത്, ക്രിസ്തീയ സഭയുടെ ഉപദേശം ഉണ്ടാകുന്നതിന്റെ ഒരു ഫാക്ടർ മാത്രമാണ് സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്തുകൾ. ഒരു ഘടകമാണ്. പല ഘടകങ്ങളിൽ നിന്നാണ് നമുക്ക് ഉപദേശം ഉണ്ടാകുന്നത്. റെവലേഷൻ, അതുപോലെ റീസണിങ്, സ്ക്രിപ്ചേഴ്സ്, കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റ്, ട്രഡിഷൻ, ഇങ്ങനെ പല ഘടകങ്ങളെ പരിഗണിക്കും. അല്ലാതെ ഒരു സ്ക്രിപ്ചറിൽ നിന്ന് മാത്രമല്ല ദൈവശാസ്ത്രം ഉണ്ടാകുന്നത്. അപ്പൊ ദൈവശാസ്ത്ര രൂപീകരണത്തിന്റെ ഘടകങ്ങൾ വെളിപ്പാടുണ്ട്, യുക്തി ചിന്തകൾ, അതായത് റീസണിങ് വരുന്നുണ്ട്, ട്രഡിഷൻ വരുന്നുണ്ട്, സ്ക്രിപ്ചർ വരുന്നുണ്ട്, കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റ്, ഇങ്ങനെ പല ഘടകങ്ങളെ പരിഗണിച്ചിട്ട് അതെല്ലാം ചേർത്ത് വെച്ചാണ് ദൈവശാസ്ത്രം ഉണ്ടാകുന്നത്. അല്ലാതെ ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട് ബൈബിൾ മാത്രം മതി എനിക്ക് എന്ന് പാടുകയല്ല. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയം ആണ്, അല്ല ദൈവശ്വാസീയം ആണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം ആണ്. അത് പ്രൊഫിറ്റബിൾ ആണ്, ഒഫേലിമോസ്, യൂസ്ഫുൾ. നമ്മൾ ആരും അതിനെ എതിർക്കുന്നില്ല. ഇത് യൂസ്ഫുൾ അല്ലെന്ന് ആരും ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇത് മാത്രം പോരാ. ഉപയോഗമുള്ളതാണ്, പ്രയോജനമുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. ഇപ്പൊ ഉപ്പ് പ്രയോജനമുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയണം ഉപ്പ് പ്രയോജനമുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? മനുഷ്യ ജീവിതത്തിൽ ഉപ്പ് പ്രയോജനമുള്ളതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല ഉപ്പ് കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാവുന്നതാണോ? അങ്ങനെയുള്ള ആ തരത്തിലാണ് പെന്തക്കോസ്തുകാർ ചിന്തിക്കുന്നത്. കാരണം ബൈബിൾ വാക്യമുണ്ട്, ഇത് പ്രയോജനമുള്ളതാണ് തിരുവെഴുത്ത്, ശരിയാണ്, പ്രയോജനമുള്ളതാണ്, പക്ഷെ മതിയായതല്ല. ഇറ്റ് ഈസ് യൂസ്ഫുൾ ബട്ട് നോട്ട് സഫിഷ്യന്റ്. അതാണ് അടുത്തത്. എല്ലാ തിരുവെഴുത്തും എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്, ഓൾ സ്ക്രിപ്ചേഴ്സ്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഓൾ എന്ന് എഴുതിയിരിക്കുന്നത്, അവിടെ ഗ്രീക്കിൽ പാസ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസ എന്ന് പറഞ്ഞാൽ ഓൾ എന്നാണ് മിക്കവാറും നമ്മൾ തർജ്ജിമ ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായ അർത്ഥം എവരി, ഓരോ, എവരി എന്നാണ് അതിന്റെ ആക്ച്വൽ മീനിങ്. പാസ എന്ന് പറഞ്ഞാൽ എവരി എന്ന് പറഞ്ഞാൽ ഓരോ തിരുവെഴുത്തും, എല്ലാ തിരുവെഴുത്തും നമ്മൾ എഴുതിയിരിക്കുന്നത്, ഓരോ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പം ബൈബിളിലെ ഓരോ പുസ്തകത്തിലെ ഓരോ അധ്യായവും ഓരോ വാക്യങ്ങളും ഇൻഡിവിജ്വലി ഈ ക്വാളിറ്റി പുലർത്തുന്നതായിരിക്കണം. ഞാൻ പറഞ്ഞത് ഇവരുടെ വാദം ശരിയാണെങ്കിൽ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് 2 തിമോത്തി 3:16 അപ്പൊ ഓരോ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഓരോ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ് എന്ന്, അല്ല ദൈവശ്വാസീയമാണ് എന്ന്? ഓരോ തിരുവെഴുത്തും, ഈ ബൈബിളിലുള്ള ഓരോ തിരുവെഴുത്തും നമുക്ക് നീതിയിലെ അഭ്യാസനത്തിനും
നമുക്ക് ഗുണീകരണത്തിനും നമുക്ക് പ്രയോജനമാകുമെന്ന് ആര് വിശ്വസിക്കുന്നു? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ബൈബിള് വായിച്ചു നോക്കുക. ഞാൻ പെന്തക്കോസ്തിൽ നിൽക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ നോക്കുക. അപ്പം അതൊരു വഞ്ചനയാണ്. ഞാൻ വേണേൽ ചില ഭാഗങ്ങളൊക്കെ വായിച്ചു കേൾപ്പിക്കാം. നല്ലപോലെ നീതിയിൽ അഭ്യസം കിട്ടുന്നേ ഓരോ തിരുവെഴുത്തും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതാണ്, എന്താണ് ഇതിന്റെ അർത്ഥം? ഓരോ തിരുവെഴുത്തും ഇത് ഈ കാര്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ നിന്നൊക്കെ ഓരോ ഭാഗങ്ങളങ്ങ് വായിക്കണം. ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിക്കാം. യഹസ്കേൽ പ്രവചനം ഒക്കെ എടുത്ത്, ദിനവൃത്താന്ത പുസ്തകവും ഒക്കെ എടുത്ത് വായിക്കുക. അത് വായിച്ചിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പ്രയോജനമുണ്ടാകുന്നത്? അവൻ മുടിഞ്ഞു പോകട്ടെ, അവൻ്റെ സന്തതി ഇല്ലാതെ അലഞ്ഞു തിരിയട്ടെ, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുക. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് നീതിയിലെ അഭ്യാസനത്തിന് പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണ്? ഹൗ? അത് ചോദിക്കുക അവരോട്. പിന്നെ അടുത്തത് ആ വാക്യം തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ. അപ്പൊ പൗലോസ്ലീഹയാണ് ഇത് എഴുതുന്നത്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോ എല്ലാ തിരുവെഴുത്തും എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പഴയ നിയമ തിരുവെഴുത്തുകളെയാണ്. കാരണം അന്ന് പുതിയ നിയമം ഇല്ല. അപ്പൊ പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള വാക്യമാണിത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പഴയ നിയമ തിരുവെഴുത്തുകൾ നമ്മുടെ ഇന്നത്തെ ധാരണ അനുസരിച്ച് ഇപ്പോൾ ഈ സത്യവേദ പുസ്തകത്തിലുള്ളത് 39 പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 39 പുസ്തകങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. സകല സൽപ്രവൃത്തിക്കും നമ്മൾ വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് അതാണ്. ഈ വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പെന്തക്കോസ്റ്റൽ സുഹൃത്തുക്കളോട്, എന്നെ കേൾക്കുന്നത് പെന്തക്കോസ്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും പെന്തക്കോസ്റ്റിൽ അല്ലാത്തവരുമായ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് പെന്തക്കോസ്തുകാരുടെ സംസാരിക്കുന്നത് ചോദിക്കേണ്ടത്. ഇനി പെന്തക്കോസ്തുകാർ നിങ്ങളോട് സംസാരിക്കത്തില്ല എന്ന് എനിക്കറിയാം. കാരണം ഏലിയാസ് കല്ലിടുമ്പിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ഒരു പോലീസുകാരനാണ്, പെന്തക്കോസ്റ്റിലെ ഒരു പാസ്റ്ററും കൂടിയാണ്. അദ്ദേഹം എന്നോട് കുറച്ചാൾ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് സംസാരിച്ചിരുന്നു. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ജംഗ്ഷനിലേക്ക് പോകുമ്പം അവിടെ ഒരു യാക്കോബായക്കാരൻ്റെ വീടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്നും രക്ഷിക്കപ്പെടണമെന്ന് പറയും. യാക്കോബായക്കാരനോട് സുവിശേഷം അങ്ങോട്ട് പോകുമ്പോഴും പറയും, ഇങ്ങോട്ട് വരുമ്പോഴും. അങ്ങോട്ട് പോകുമ്പോൾ രാവിലെ ഉണ്ട് ഒരു ചെറിയ കോച്ചിങ്, വൈകുന്നേരമുണ്ട്. അപ്പൊ ഇയാളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ. അപ്പൊ ഞാൻ ഈ ലൈവ് തുടങ്ങിയ പിന്നെ ഈ പോലീസുകാരൻ ഇറങ്ങി ചെല്ലുന്ന നോക്കി യാക്കോബായക്കാരൻ മുറ്റത്ത് നിൽക്കും. കാരണം തിരിച്ച് 2 ചോദിക്കാനാ. പുള്ളി എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ, ഇപ്പൊ ഞാൻ പുള്ളിയെ കാണാൻ നടക്കാന്ന് പറഞ്ഞു. കാരണം മറ്റേ ഈ പുള്ളി. അപ്പൊ അതുപോലെ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും കത്തോലിക്കരും ഒക്കെ പെന്തക്കോസ്തുകാരെ കൈകൊട്ടി വിളിക്കണേ. ഇനി അങ്ങനെ പോകാൻ വിടരുത്. ഇനി വരാൻ പറയണം, ചോദിക്കണം. പാസ്റ്ററെ അങ്ങനെ അങ്ങ് പോയാൽ മതി, ഞാൻ ഒന്ന് കയറിച്ചു പോകും, ഒന്ന് ചോദിക്കട്ടെ. മറ്റേ അവരായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇതിപ്പോ നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. നിങ്ങൾ ചോദിക്കുക. ഈ വാക്യം എടുത്ത് വെച്ചിട്ട് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ഈ ഭാഗത്ത് പൗലോസ്ലീഹ എല്ലാ തിരുവെഴുത്തും എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതിനെയാണ്? കമോൺ പറയൂ, ഏതിനെയാണ്? പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്ന സമയത്ത് പുതിയ നിയമമില്ല. അപ്പൊ പഴയ നിയമ ഗ്രന്ഥങ്ങളെയാണ് പൗലോസ്ലീഹ. അപ്പൊ പൗലോസ്ലീഹ പറയുന്നു എല്ലാ തിരുവെഴുത്തും പഴയ നിയമം നമ്മുടെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാണ്, വേറെ ഒന്നും വേണ്ടെന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ പെന്തക്കോസ്തുകാർ പഴയ നിയമം മാത്രമേ കൊണ്ടു നടക്കാൻ പാടുള്ളൂ. പഴയ നിയമം മാത്രമേ കൊണ്ട് നടക്കാവൂ. കാരണം പഴയ നിയമത്തിന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷനാണിത്. 9006 സർട്ടിഫിക്കേഷൻ, ISO 916 അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല സർട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ. ISI
ഈ സർട്ടിഫിക്കേഷൻ അപ്പോസ്തലനായ പൗലൂസ് പഴയ നിയമത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്, ഓൾഡ് ടെസ്റ്റമെന്റിന്. അപ്പൊ ഈ വാക്യം എടുത്ത് കാണിച്ചാൽ പഴയ നിയമമാണ് സർട്ടിഫൈഡ് ആയിരിക്കുന്നത്. ഈ വാക്യം അതിൻ്റെ ഫേസ് വാല്യൂവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പഴയ നിയമം മാത്രം ഉപയോഗിക്കണം. പഴയ നിയമം മാത്രം ഉപയോഗിക്കണം. അപ്പം അതിനോട് തന്നെ ചേർത്ത് ഞാൻ വേറൊരു വാക്യം വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22:18. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്നവൻ ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പൊ ഈ പുസ്തകം എന്ന് അവിടെ പറയുന്ന ഏത് പുസ്തകമാണ്? പെന്തക്കോസ്തുകാർക്ക് ഉത്തരം പൂരിപ്പിക്കാം. ഈ പുസ്തകത്തിലെ എന്ന് വെളിപ്പാട് 22:18 പറയുന്നത് ഏത് പുസ്തകത്തെ കുറിച്ചാണ്? ഈ ബൈബിളിനെ കുറിച്ചാണോ? ഈ ബൈബിളിനെ കുറിച്ചാണോ അതോ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണോ? നിങ്ങൾക്ക് ഉത്തരം പറയാം. ബൈബിളിനെ കുറിച്ചാണോ? ബൈബിളിനെ കുറിച്ചാണോ? വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണോ? വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലെ, ഈ പ്രവചന പുസ്തകത്തിലെ. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ പ്രവചന പുസ്തകത്തോട് ആരും ഒന്നും കൂട്ടരുത്. അപ്പൊ നിങ്ങൾ ഈ പ്രവചന പുസ്തകത്തോടല്ലേ വേറെ 65 പുസ്തകം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്? ഈ പുസ്തകത്തോട് 65 പുസ്തകം കൂട്ടിച്ചേർത്ത് തുന്നി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ബാധ മുഴുവൻ വരികയല്ലേ? അത് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് മാത്രമാണെന്ന് അനീഷ് ലൂയിസ് എഴുതുന്നു. യെസ്. അപ്പൊ അനീഷ് ലൂയിസ് മനസ്സിലാക്കണം, ഈ പുസ്തകത്തോടൊന്നും കൂട്ടിച്ചേർക്കരുതെന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തോട് ജോയ് സാംസൺ തിരുത്തും കൊണ്ടുവന്നു. ദൈവവചനമാകുന്ന പുസ്തകം അത് ഏത് പുസ്തകമാണ്? ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കരുത്, അവ്യക്തതകൾ ഉണ്ടാക്കുകയാണ്. വ്യക്തതയിലേക്കാണ് പോകേണ്ടത് നമ്മള്, അല്ല അവ്യക്തതയിലേക്കാണ്. വ്യക്തതയിലേക്കാണ് പോകേണ്ടത്. എല്ലാ ചർച്ചകളും പുരോഗമിച്ച് വ്യക്തതയാണ് വരുന്നത്. പെന്തക്കോസ്തുകാർ ചർച്ച ചെയ്ത് വരുമ്പോൾ അവ്യക്തതയും പുകമറയൊക്കെ ഉണ്ടാകും. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു മുഖലക്ഷണമാണ്. ഇപ്പൊ കണ്ടില്ലേ, ഒരു തരത്തിലും കാര്യങ്ങൾക്ക് എന്തില്ല, ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ അദ്ദേഹം എഴുതുകയാണ് ദൈവവചനമാകുന്ന പുസ്തകം. അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി കുഴിയിൽ നിന്ന് കെ ഇ എബ്രഹാമിനെ വിളിച്ചു പൊക്കിയ പുള്ളിയും കണ്ടിട്ടില്ല. ആരാ കണ്ടിട്ടുള്ള ജോയി എബ്രഹാം? ദൈവവചനമാകുന്ന പുസ്തകം എവിടെ ഇരിക്കുന്നത്? അവരുടെ ഞാൻ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ തരാൻ പറ്റുമോ? അങ്ങനെ ഒരു പുസ്തകമില്ല. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇതിനോട് ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ ബാധകളെല്ലാം വരും. അപ്പോൾ താങ്കൾ വ്യക്തമാക്കുന്നു. ജോയ് സാംസൺ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കൾ പറഞ്ഞ കാര്യം ഞാനാണോ വിശദമാക്കേണ്ടത്? താങ്കളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അതുകൊണ്ട് താങ്കൾ പറയുക അതെവിടെയാണ്? എവിടെയാണ്? അടുത്തൊരു വാക്യം ഞാൻ വായിക്കുകയാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. കേട്ടോ? ജോയ് സാംസൺ കേട്ടോ?
ആവർത്തനം 4:2 പറയാണ് ഒന്നും കൂട്ടിച്ചേർക്കരുതെന്ന്. പിന്നെ ഇത്രയും പുസ്തകം പിന്നെ കൂട്ടിച്ചേർത്തോ? ആവർത്തനം 4:2 വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും സാധനം കൂട്ടിച്ചേർത്തില്ലേ? പിന്നെ വെളിപ്പാട് 22 വചനം കഴിഞ്ഞ് ഒന്നും കൂട്ടാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുക. വെളിപ്പാട് പുസ്തകത്തോട് ഒരു പുസ്തകവും കൂട്ടിച്ചേർത്തിട്ടില്ല. അത് ഏറ്റവും അവസാനം കൊണ്ടുവച്ചിരിക്കല്ലേ ജിജി അബ്രഹാം. ഇറ്റ്സ് എ ഗുഡ് പോയിന്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോ ആവർത്തന പുസ്തകത്തോട് കൂട്ടിച്ചേർത്തോ? ആവർത്തനം 4:2 പറയുക ഇതിനോട് കൂട്ടിച്ചേർക്കരുത്. അത് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു എഴുത്ത് ശൈലിയാണ്. അതാ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അതിനോട് കൂട്ടിച്ചേർക്കരുത്, വേറൊന്നും പാടില്ല. ബൈബിൾ മാത്രം മതി, ബൈബിൾ മാത്രം മതി, ബൈബിൾ മാത്രം മതി എനിക്ക് ആണ് അവരുടെ പാട്ട്. ഇതാണ് ഈ സോളാ സ്ക്രിപ്ചറ എന്ന പരമ അബദ്ധ ഉപദേശം. അവർ കൊണ്ടുവരുന്ന വാക്യങ്ങളൊക്കെ ഇവിടുന്നാണ്. അവർ കൊണ്ടുവരുന്ന വാക്യം ഇവിടുന്ന് കൊണ്ടുവരികയാണ്. പൊക്കിക്കൊണ്ടുവന്നിട്ട് അവർ പറയുകയാണ് ഒരിക്കലും മറ്റൊരു കാര്യവും അതിനോട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. തിയോപനിസ്റ്റ്യൂസ് ആണ് ദൈവശ്വാസീയം. തിയോപനിസ്റ്റ്യോസ് ദൈവത്തിന്റെ അരുളപ്പാടുകളോട് ഒന്നും കൂട്ടരുത് എന്നാണ്. അത് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പൗലൂസ് അപ്പോസ്തലൻ 2 തിമോത്തി 3:16 എഴുതുമ്പോ പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചാണ് ആ കമന്റ് എഴുതിയതെന്ന് ജോയ് സാംസൺ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? സ്വന്തമായിട്ട് അല്പസമയം ആലോചിച്ചിട്ട് ഒരു കമന്റിൽ ഉത്തരം എഴുതുക. അപ്പൊ നമുക്കറിയാം. സത്യമായിട്ട് നമ്മൾ സ്വതന്ത്ര ബുദ്ധിയിൽ ചിന്തിക്കണം. ആർക്കും അടിമയായി പോകരുത്. പൗലൂസിലെ എഴുതിയ പഴയ നിയമത്തെക്കുറിച്ചാണ്. പഴയ നിയമ തിരുവെഴുത്തുകൾ ഈ കാര്യങ്ങൾക്ക് പ്രയോജനമുള്ളതാണെന്ന് പൗലൂസ് എഴുതിയിരിക്കുന്നു. അപ്പൊ അവിടെ എഴുതിക്കുന്നത് അല്ല മറ്റു കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ പൗലൂസ് അപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചാണ്. ഞാൻ അതിന് തെളിവ് തരാം. പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചാണ്. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. ഞാൻ ഒന്ന് എടുത്തോട്ടെ. രണ്ട് തിമോത്തി 3:16 നമ്മൾ വായിച്ച വാക്യം. ഞാൻ അതേ ലേഖനത്തിന്റെ 1-ാം അധ്യായം 2 തിമോത്തി 1-ാം അധ്യായത്തിലേക്ക് പോവാണ്. 2 തിമോത്തി 1-ാം അധ്യായം. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച്, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച്. ആരാണത്? പൗലോസ് ശ്ലീഹായുടെ പൂർവന്മാരാരാണ്? പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അപ്പൊ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ചാണ് പൗലോസ് ശ്ലീഹായും തിമോത്തിയോസും ആരാധിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും നിന്റെ അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ അതെങ്ങനെയുണ്ടായത്? അതുണ്ടായത് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയണം, പൂർവന്മാരുടെ ദൃഷ്ടാന്തം.
പൗലൂസ് അപ്പോസ്തലന്മാരുടെ പൂർവന്മാരെന്ന് പറയുമ്പം ഓൾഡ് ടെസ്റ്റമെന്റിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, ന്യൂ ടെസ്റ്റമെന്റിലുള്ളവരെ കുറിച്ചല്ല. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉള്ളവരെ കുറിച്ച്. ഇനി 2 തിമോത്തി 3:14 പറയാണ്, ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. തിമോത്തിയോസിന്റെ ബാല്യം മുതൽ തിമോത്തിയോസ് അറിയുന്ന തിരുവെഴുത്തുകൾ ഏതാണ്? തിമോത്തിയോസിന്റെ വല്യമ്മയ്ക്കും അമ്മയ്ക്കും അറിയാമായിരുന്ന തിരുവെഴുത്തുകൾ ഏതാണ്? പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് കിട്ടിയ തിരുവെഴുത്തുകൾ ഏതാണ്? ചോദ്യം 4 എണ്ണമാണ്. ഈ 4 ചോദ്യത്തിന് സത്യസന്ധമായി നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ പഴയ നിയമ തിരുവെഴുത്തുകൾ എന്നാണ് ഉത്തരം. അപ്പൊ 2 തിമോത്തി 3:16 നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അതേപടി നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ പഴയ നിയമം മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ആ പഴയ നിയമത്തിനോട് ഈ 27 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചത് അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് ബാവയാണ്. അപ്പൊ ആ അത്താനാസിയോസ് തിരുമേനിയുടെ മജസ്റ്റീരിയം, ആ അതോറിറ്റി, ഇങ്ങനെ ചെയ്യുവാനുള്ള അദ്ദേഹത്തിനുള്ള പരിശുദ്ധാത്മ പ്രേരണ അത് അംഗീകരിക്കാത്ത ഒരാൾക്കും ഇതുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. നടക്കാം, നാണമില്ലാത്തവർക്ക് എന്തും ചെയ്യാമല്ലോ. പക്ഷേ എന്തുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുന്നു, ഇതിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ വാക്യം മതി എന്ന് പറയുമല്ലോ. ഈ വാക്യം നിങ്ങൾ വായിച്ചാൽ ഈ വാക്യം വ്യക്തമായിട്ട് പറയുന്നു, ഓൾഡ് ടെസ്റ്റമെന്റ് എടുത്തുകൊണ്ട് നടക്കാനാണ് പറയുന്നത്. പൗലോസ് ശ്ലീഹ പറയുന്നത് യേശുക്രിസ്തു വായിച്ച ബൈബിൾ ഏതാ? യേശുക്രിസ്തു വായിച്ച ബൈബിൾ പഴയ നിയമമാണ്. പൗലോസ് ശ്ലീഹ വായിച്ച ബൈബിൾ ഏതാണ്? പഴയ നിയമമാണ്. തിമോത്തിയോസിന്റെ വലിയമ്മ, അമ്മ ലോവീസും യുനീക്കായും വായിച്ച ബൈബിൾ ഏതാണ്? പഴയ നിയമമാണ്. ചെറുപ്പം മുതൽ തിമോത്തിയോസ് കേട്ടത് ഏതാണ്? ബാല്യം മുതൽ അറിഞ്ഞ തിരുവെഴുത്തുകൾ പഴയ നിയമമാണ്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ അവനെ മതിയായവനാക്കിയതാരാണ്? പഴയ നിയമമാണ്. ആ തിരുവെഴുത്തുകൾ ശാസനത്തിനും പ്രബോധനത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനപ്രദമാണെന്ന് പൗലോസ് ശ്ലീഹ മെൻഷൻ ചെയ്യുന്ന ഏത് തിരുവെഴുത്തുകളെ കുറിച്ചാണ്? പഴയ നിയമത്തെ കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങൾ നിൽക്കുമ്പോൾ ആ പഴയ നിയമത്തോട് ഈ പുതിയ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചത് ആരാണ്? കോടിത്തുണിക്കണ്ടം പഴയതിനോട് കൂട്ടിച്ചേർത്ത് തുന്നരുതെന്നല്ലേ യേശു പറഞ്ഞേ? തുന്നിച്ചേർത്തത് ആരാണ്? നീയല്ല, ഞാനല്ല, പിന്നെ ആര്? ഉത്തരം പറയടാ മക്കളെ. ആരാ തുന്നിച്ചേർത്തേ? There comes the church, അതോറിറ്റിയുള്ള ചർച്ച്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. സഭയുടെ ആധികാരികത അതിനപ്പുറത്തൊന്നുമില്ല. ചർച്ച് വെളിപ്പാട് പുസ്തകത്തോട് വാക്യങ്ങൾ കൂട്ടിച്ചേർത്തു. നമ്മൾ ഈ പറയുന്ന വാദങ്ങൾ, ഇത്തരത്തിലുള്ള ബാലിശമായ ദുർബലമായ 8 വലകൾ നെയ്ത് ആ വലകളിൽ തൂങ്ങിക്കിടക്കുന്ന ചിലന്തികളുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതം, അബദ്ധജടിലം, പരസ്പര വിരുദ്ധം, ചരിത്രത്തിന്റെ അപനിർമ്മിതി, അങ്ങേയറ്റം അപഹാസ്യം. അപ്പൊ അത്തരത്തിലുള്ള വാദങ്ങൾ കൊണ്ട് വരുന്നവർ, അത്തരത്തിലുള്ള ഹീനമായ
വാദങ്ങൾ കൊണ്ട് വരുന്നവർ അവർ ചിന്തിക്കട്ടെ. അതിനകത്ത് അവരുടെ കുഴികളിൽ കിടക്കുന്നവർ ചിന്തിക്കാൻ തുടങ്ങട്ടെ. കുഴികളിൽ കിടക്കുന്ന എല്ലാവരും അല്ല, അവിടെയുള്ള സുറിയാനിക്കാർ ചിന്തിക്കാൻ തുടങ്ങട്ടെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തി 3 ആരായിരിക്കും? ഡെനീഷ് സെബാസ്റ്റ്യൻ. വായിക്കാൻ പറ്റത്തില്ല, എന്തോ റെക്കോർഡ് ചെയ്യാൻ തയ്യാറാണോ? പരിപാടി ഞങ്ങൾ റെക്കോർഡ് ചെയ്യും, പ്രവേശിപ്പിക്കാൻ ധൈര്യം ഉണ്ടോന്ന്. ധൈര്യം ഉണ്ടോ ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ഞാനിവിടെ പറഞ്ഞ് ഇറ്റ്സ് ഓപ്പൺ. ദർബാറും ഞങ്ങളുടെ ലൈവും ഓപ്പൺ ആണ്. എനിവൺ ക്യാൻ ജോയിൻ അറ്റ് എനി ടൈം. ഒരു ക്രൈറ്റീരിയ ഉള്ളൂ, സുറിയാനിക്കാരനായിരിക്കണം വരുന്നത്. കാരണം എൻ്റെ മിഷൻ അവരോട് മാത്രമാണ്. സോ ക്ലിയർ. വേറെ ഒരു വ്യക്തിയോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നീയൊക്കെ എന്ത് വിശ്വസിച്ചാലും എന്ത് പ്രചരിപ്പിച്ചാലും ഐ ഡോണ്ട് കെയർ. ഇറ്റ്സ് ആൻ എക്സ്ക്ലൂസീവ് മിഷൻ ഫോർ സിറിയൻ ക്രിസ്ത്യൻസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ എല്ലാവരും കാരണം ഈ ഒരു സഭയോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന്റെ പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സുറിയാനി സഭയ്ക്കെതിരായി ഞാൻ വലിയ ദ്രോഹം ചെയ്തു. അത് ഞാൻ എന്നാൽ കഴിയാവുന്ന പോലെ പരിഹരിച്ചുകൊണ്ടിരിക്കുക. വരാം, ദർബാറിൽ വരാം, പക്ഷെ വരുന്ന ആള് ഒരു സുറിയാനി സഭയിലെ അംഗം ആയിരിക്കണം, മുൻ അംഗമായിരിക്കണം. കാരണം പൗലോസ് ശ്ലീഹ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്, ബൗദ്ധികമായിട്ടല്ല. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുകയാണ്, ഡെനീഷ് സെബാസ്റ്റ്യൻ കേൾക്കണം. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോൾ, ഞാൻ പൗലോസ് ശ്ലീഹയുടെ അതേ ശൈലി അവലംബിക്കുന്നത്, അതുകൊണ്ടാണ്. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയാണ്, 2 തിമോത്തി ആരംഭിക്കുകയാണ് 1 അധ്യായം. എല്ലാവരും ലിസൺ ചെയ്യുക. ക്രിസ്തുവേശുവിനുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, അത് നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നോക്ക്, പാരമ്പര്യത്തെ, പൈതൃകത്തെ, മാതാപിതാക്കളെ, പൂർവന്മാരെ ഒക്കെ അനുസ്മരിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്കൊരു മുൻ ഓർത്തഡോക്സുകാരൻ വന്നു കഴിഞ്ഞാൽ അവൻ പണ്ട് പള്ളിയിൽ പോയ കാര്യം, അവന്റെ അപ്പന്റെ കബറിങ്കൽ ധൂപം വെച്ച കാര്യം, അവന്റെ വല്യപ്പൻ മരിക്കാൻ നേരത്ത് വിശ്വാസപ്രമാണം ചൊല്ലിയ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരും. പൗലോസ് ശ്ലീഹയുടെ ശൈലിയാണോ? അതാ ഞങ്ങൾ അവലംബിക്കുന്നത്. പൗലോസ് ദൈവശാസ്ത്രം പറഞ്ഞാൽ പോരെ. പൗലോസ് പറയാണ്, ഞാൻ കരയുന്നു, ഞാൻ കണ്ണുനീർ വാർക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുമ്പോൾ എന്റെ ഹൃദയം തകരുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ഓർക്കുന്നു, ആ ഓർമ്മയിൽ ഞാൻ ജ്വലിക്കുന്നു, ഞാനത് എഴുതുന്നു. നിന്റെ അമ്മയിലും നിന്റെ വല്യമ്മയിലും ഈ വിശ്വാസം ഉണ്ടായിരുന്നു. നീ ബാല്യം മുതൽ പഠിച്ച തിരുവെഴുത്തുകൾ, നീ സൺഡേ സ്കൂളിൽ പഠിച്ചത്, നീ വിശ്വാസ പ്രമാണം ചൊല്ലിയത്, നിനക്ക് മൂറാൻ പൂശിയത്, നിനക്ക് മാമോദിസ നൽകിയത്, ഇതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് മുൻ സുറിയാനിക്കാരൻ മരണമെന്ന് പറഞ്ഞത്. മനസ്സിലായി എന്നും ചിന്തിക്കുന്നു. അതും ബൈബിളിൽ നിന്ന് വേണ്ടിയുണ്ട് എടുത്ത് കാണിച്ചു കേട്ടോ. എല്ലാം ബൈബിളിൽ നിന്ന് കണ്ടാൽ ഇവന്മാർക്ക് അങ്ങോട്ട് തൃപ്തി വരത്തുള്ളൂ. മതിയായല്ലോ, കിട്ടി ബോധിച്ചെങ്കിലും ഒന്ന് പറഞ്ഞരുത്, ബൈബിളിൽ നിന്ന് കിട്ടിയില്ലേ, ബൈബിളിൽ നിന്നാ പറയും. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ. നീ പത്രോസാകുന്നു, ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കാതെ 2 സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് നിൽക്കുന്ന ആ സഭ
വിശുദ്ധന്മാരും സഹദന്മാരും മൗദ്യാനന്മാരും ഏവങ്കലിസ്തന്മാരും അപ്പോസ്തലന്മാരും അപ്പോസ്തലിക പിതാക്കളും സഭാപിതാക്കന്മാരും വിശുദ്ധരും താപസന്മാരും ഈഹിദായക്കാരും ദയറാക്കാരും മരുഭൂപിതാക്കന്മാരും മരുഭൂമാതാക്കളും കോടാനുകൂടി വിശുദ്ധന്മാർ ജാഗ്രതയോടെ നിരന്തരം തിരശ്ശീലയ്ക്കപ്പുറത്തു നിന്നും കമ്മ്യൂണിയനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവായ ഈശോ മിശിഹായുടെ രക്തശരീരങ്ങൾ ആഘോഷിക്കുന്ന ക്രിസ്തു മഹാപുരോഹിതനായി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ ആ മഹാപൗരോഹിത്യത്തിന്റെ തുടർ ശുശ്രൂഷ ഭൂമിയിൽ ചെയ്യുന്ന പൗരോഹിത്യവും ബലിയും നിലനിൽക്കുന്ന അപ്പസ്തോലിക സഭ, ആ സഭയിൽ അംഗമാകുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ സംശയങ്ങൾ മാറത്തുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണ സമാധാനം ലഭിക്കത്തുള്ളൂ. അതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നുവെച്ചു പോകുന്നു, അത് ലോകം നൽകുന്ന സമാധാനമല്ല. അതാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലൂടെ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിലൂടെ മാത്രം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഒരു പക്ഷേ അപ്പോസ്തലിക സഭകളിലുള്ള എല്ലാവർക്കും സമാധാനമുണ്ടോ? അവിടെ സമാധാനമുണ്ടോ? ആ എൻലൈറ്റ്മെന്റ് കിട്ടുന്നവർക്കെല്ലാം സമാധാനമുണ്ട്. അവിടെയാണ് ദൈവം ശാശ്വതമായ അനുഗ്രഹങ്ങളെ കൽപ്പിച്ചിരിക്കുന്നത്. ദൈവം ശാശ്വതമായ അനുഗ്രഹങ്ങളെ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തത്വശാസ്ത്രത്തിന്റെ എന്താ പറഞ്ഞ വെറും വഞ്ചനയും തത്വജ്ഞാനവും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയരുത്. വെറും വഞ്ചനയും തത്വചിന്തയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയരുത്. ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലേഷൻഷിപ്പ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പാണ്. ആൻഡ് ചർച്ച് ഈസ് ആൻ ഓർഗാനിസം. സഭ ഒരു ജൈവ വ്യവസ്ഥയാണ്, ഒരു സംഘടനയല്ല. പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകൾ സംഘടനകളാണ്. നിങ്ങൾ സംഘടനകൾ രജിസ്റ്റർ ചെയ്യുന്നു, ആളുകൾക്ക് അഡ്മിഷനും മെമ്പർഷിപ്പും കൊടുക്കുന്നു, ആളുകളെ ഹീനമായി, ക്രൂരമായി, നിന്ദ്യമായി, മനുഷ്യത്വരഹിതമായി പുറത്താക്കുന്നു, അവക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു. പക്ഷേ സഭ ഒരു ജൈവ വ്യവസ്ഥയാണ്, ഒരു കുടുംബമാണ്. കുടുംബത്തിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല. ആരെങ്കിലും പുറത്തു പോയാൽ കുടുംബം വേദനിക്കുന്നു, കാത്തിരിക്കുന്നു. കുടുംബം അവരെ സ്വീകരിക്കുന്നു, മുറിവേൽക്കുന്നു. ഇപ്പൊ കുടുംബത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ക്ഷണമാണ് ഈ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലേക്ക് മടങ്ങുക, ബാക്ക് ടു ഹോം. നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ഒരു മിനിസ്ട്രി രജിസ്റ്റർ ചെയ്യാം, ബാക്ക് ടു ഹോം മിനിസ്ട്രി, BHM. ദാറ്റ്സ് എ മിനിസ്ട്രി, ബാക്ക് ടു ഹോം. വീട്ടിൽ പോടാ എന്ന് പറയല്ലേ, അത് തന്നെ മര്യാദയ്ക്ക് പറയുമ്പോൾ ബാക്ക് ടു ഹോം. എൻ്റെ രീതി പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വേണേലും എടുക്കാം. ഇതാണ് ഈ മിനിസ്ട്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയിൽ ഈ 9ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് പെങ്കൊച്ചിനെ വഴക്ക് പറഞ്ഞു, അമ്മ വഴക്ക് പറഞ്ഞു, അപ്പൻ അട്ടഹസിച്ചു, വീട്ടിൽ സ്നേഹമില്ല. വീട്ടിൽ സ്നേഹമില്ല. പെങ്കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ബസ്സേ വെച്ചൊരു ആന്റിയെ കണ്ടു. എന്തൊരു ചിരി! മോളെ, കുഞ്ഞേ, ചക്കരേ, നീ എവിടെയോട്ടാ പോകുന്നേ? ബാഗിൽ നിന്നൊരു 5 സ്റ്റാർ എടുത്തു കൊടുക്കുന്നു. ഭയങ്കര ചിരിയാണ്. കുഞ്ഞ് ജീവിതത്തിൽ ഈ 15 വയസ്സായി ഇതുവരെ ഇത്രയും സ്നേഹം കണ്ടിട്ടില്ല. ഇത്രയും സ്നേഹമുള്ളൊരു ആന്റി, മുലപ്പാൽ ഊട്ടി അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ആന്റിയുടെ കരവലയത്തിലേക്ക് ആ കുഞ്ഞു പോയി. ഒരു വേശ്യാലയ നടത്തിപ്പുകാരിയായിരുന്നു ഈ ആന്റി കേട്ടോ. ഡെനീഷേ, കുട്ടാ, മോനെ, ചക്കരെ, നീ മനസ്സിലാക്കണം. അപ്പൊ വേശ്യാലയങ്ങളിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഇങ്ങനത്തെ ചാട് വാക്കുകളൊക്കെ പറയാൻ പറ്റും. കുടുംബം വിട്ടുപോയി വേശ്യാലയങ്ങളിൽ പെട്ടുകിടക്കുന്നവരെ തിരികെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഇനി നമ്മൾ ഈ എല്ലാം എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തെ കുറിച്ചാണ്. അപ്പൊ ഇനി പുതിയ നിയമം ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണ്. ഇതിനകത്ത് ഈ വാക്യത്തിന്റെ പരിധിയിൽ പുതിയ നിയമം വരുന്നു, അല്ലെങ്കിൽ ഈ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ്? ആ അധികാരം എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്?
പുതിയ നിയമത്തിലെ ഈ ഗ്രന്ഥങ്ങൾ ഈ ലിസ്റ്റിൽ പെടുന്നു എന്നുള്ളത് നിശ്ചയിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ആ അധികാരം എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. ഇനി അടുത്തത് തികഞ്ഞവനാക്കുന്നു, വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. ഈ 2 തിമോത്തി 3:16 തികഞ്ഞവന, പെർഫെക്റ്റ്. ദ സ്ക്രിപ്ചർ മേക്സ് വൺ പെർഫെക്റ്റ്, എന്നെ പെർഫെക്റ്റ് ആക്കുന്നു എന്നാണ് പറയുന്നത്. ആർട്ടിയോസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പെർഫെക്റ്റ്. ഇതെങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കുന്നത്? ഇതാരെ പെർഫെക്റ്റ് ആക്കുമെന്നാണ് ഈ പറയുന്നത്? നിങ്ങൾ ഇനി ആ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും എൻ്റെ കൂടെ കാണണം. 2 തിമോത്തി 3:16 നോക്ക്. തിരുവെഴുത്തുകൾ ആരെയാണ് തികഞ്ഞവനാക്കുന്നത്? ആരെയാണ് പെർഫെക്റ്റ് ആക്കുന്നത്? ആരെയാണ് പെർഫെക്റ്റ് ആക്കുന്നത്? ഇപ്പൊ ഇവിടെ ആ ബുക്ക് ഇല്ല, അപ്പുറത്തെ മുറിയില്ല. ഇവിടെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. എൻ്റെ വൈഫ് ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ബുക്കാണ്. ഇങ്ങനെ ചെറിയ ബുക്കാണ്, അപ്പുറത്തെ മേശയിലിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ എല്ലാ മെഡിസിൻസും ഉണ്ട്. അതിൻ്റെ കോഡ് വാക്കുകൾ, ജനറിക് നെയിംസ്, പല രാജ്യങ്ങളിലുള്ള അതിൻ്റെ പേരുകൾ, ഇതെല്ലാം ഒരൊറ്റ ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കുക, പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ്, ആ ബുക്ക് ഒരു ഡോക്ടറെ പെർഫെക്റ്റ് ആക്കുന്നു. കാരണം ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ പഠിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല എക്യുപ്മെന്റ്സും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലെടുക്കത്ത വിധത്തിൽ സ്റ്റെതസ്കോപ്പ് ഉണ്ട്, തെർമോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ പ്രഷർ നോക്കാനുള്ള മെഷീനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം. അപ്പം ഈ ഒരു സാധനം കൂടെ അപ്പോൾ ഒരാൾ പറയാണ് അതുകൂടെ ഉണ്ടായിരുന്നത് പെർഫെക്റ്റ് ആയനെ, കാരണം ഈ ഒരു ഹാൻഡ് ബുക്ക് കൂടെ. അപ്പോൾ അല്ലെ ഒരു ഡോക്ടർ പറയാണ് അതുകൂടെ കിട്ടിയ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ട് പോവുക. സന്ദർഭത്തിൽ നിന്ന് നടത്തിക്കൊണ്ട് വേറൊരു തെറ്റിച്ച് പറയാണ് ഈ ബുക്ക് പെർഫെക്റ്റ് ആക്കും നമ്മളെ. ഏത് ബുക്കാ? ഈ മരുന്നുകളുടെ എല്ലാം പേരും ജനറിക് നെയിം. ശരി, അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആവും. ഒരു ഡോക്ടറെ പെർഫെക്റ്റ് ആക്കുന്നത് എന്താണ്? ഈ ബുക്കാണ്. കുറച്ചാൾ കഴിയുമ്പോൾ ആളുകൾ ഈ ബുക്ക് മാത്രം എടുക്കുകയാണ്, മറ്റേതെല്ലാം വിസ്മരിച്ച്. ഏതാ? എൻട്രൻസ്, MBBS അഡ്മിഷൻ, MD, ഹൗസ് സർജൻസി, പ്രാക്ടീസ്. ഈ ബുക്ക് പെർഫെക്റ്റ് ആക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പെന്റക്കോസ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ടാണ് പള്ളിക്കൂടത്തിൽ തീക്ക് പോകാത്തവൻ ബൈബിൾ എടുത്തുകൊണ്ട് കയ്യിൽ കുത്താൻ ഇറങ്ങുന്നത്. ഇത് പെർഫെക്റ്റ് ആക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം, അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ. ഇനി നമുക്ക് നോക്കുക, തിമോത്തിയോസിന് 2 ലേഖനമാണ് പൗലൂസ് എഴുതിയിരിക്കുന്നത് കേട്ടോ. 2 ലേഖനം. അതിൽ ഒന്നാമത്തെ 2 ലേഖനമാണ്. 2-ാം ലേഖനം 3-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ ആദ്യം എഴുതിയ ലേഖനമുണ്ട് തിമോത്തിയോസിന് തന്നെ. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 11-ാം വാക്യം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, ഓ മാൻ ഓഫ് ഗോഡ്. ഇത് സാധാരണ വിശ്വാസികൾക്ക് എഴുതിയിരിക്കുന്നതല്ല. സാധാരണ വിശ്വാസികൾക്ക് എഴുതിയിരിക്കുന്നതല്ല. ഇത് എഴുതിയിരിക്കുന്നത് മാൻ ഓഫ് ഗോഡ്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. അത് വിട്ടോടി. ഏത് വിട്ടോടി? ഏത് വിട്ട്? ഏത് വിട്ടോടി? തൊട്ടുമോളി പറയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ.
ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. യു മാൻ ഓഫ് ഗോഡ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ഇതാണ് മാൻ ഓഫ് ഗോഡ്. ആ മാൻ ഓഫ് ഗോഡിനെ പെർഫെക്റ്റ് ആക്കാൻ സ്ക്രിപ്ചർ ഉപയോഗപ്രദമാണെന്നാണ് പൗലൂസ് എഴുതിയിരിക്കുന്നത്. ദ്രവ്യാഗ്രഹം വിട്ടോടി, അല്ലാതെ ഈ പുസ്തകം കൊണ്ട് പണം ഉണ്ടാക്കാൻ നടക്കുന്നതിനെ കുറിച്ചല്ല. ദ്രവ്യാഗ്രഹം വിട്ടോടി മാൻ ഓഫ് ഗോഡ് ആയിട്ട് പല സാക്ഷികളുടെ മുമ്പിൽ നല്ല അക്സെപ്റ്റൻസ് ഉള്ള, നല്ല സ്വീകാര്യതയുള്ള, നല്ല ടെസ്റ്റിമണിയുള്ള മാൻ ഓഫ് ഗോഡ്, ദൈവദാസൻ, ഒരു ശുശ്രൂഷകൻ, ഒരു കശീശ, ഒരു എപ്പിസ്കോപ്പ. അപ്പൊ ഒരു എപ്പിസ്കോപ്പായിക്ക് ഒരു തൂവലായിട്ട്, ഒരു തൊങ്ങലായിട്ട്, ഒരു അലങ്കാരമായിട്ട് ഉപയോഗപ്രദമാണ് തിരുവെഴുത്തുകൾ എന്നാ പറഞ്ഞത്, അല്ലാതെ സാധാരണ വിശ്വാസികൾക്കല്ല. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജാഗരണത്തിലും നേർച്ച കാഴ്ചകളിലും നിത്യദാനങ്ങളിലും സമർപ്പണത്തിലും വിശ്വാസത്തിലും പരിത്യാഗത്തിലും ഒരു ലിസ്റ്റ് അവിടെ പൗലൂസ് പറയുന്നുണ്ട്. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത, ഇതിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ ഈ മനുഷ്യരുടെ മുമ്പാകെ സാക്ഷ്യം പ്രാപിച്ച ഒരു എപ്പിസ്കോപ്പായിക്ക് ഈ ബൈബിൾ പ്രയോജനപ്രദമാണ്. അല്ലാതെ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നവൻ മീൻ കച്ചവടം നഷ്ടമാണെന്നും സൈക്കിളിൽ ഓട്ടുമ്പോൾ നടുവിന് വേദന ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഇതും എടുത്ത് പൈസ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന പരിപാടിയല്ല ഇത്. അതല്ല എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് എത്രമാത്രം തെറ്റായിട്ടാണ് ഒരു വാക്യം മനസ്സിലാക്കുന്നത്? ഒറ്റ വാക്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വാക്യം തെറ്റായിട്ട് ഗ്രഹിച്ചിരിക്കുക. ഇനി ഡെനീഷനും അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, തിരുത്തുക. നിനക്ക് നേരം പോക്കിന് ലെഷർ ടൈം കിട്ടുമ്പോൾ ഇത് പഠിച്ചിട്ട് ആളുകളായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി പഠിപ്പിക്കാനുള്ളതല്ല ഇത്. ഇതൊരു ദൈവദാസന്, ദ മാൻ ഓഫ് ഗോഡ്. അപ്പൊ ഇതുകൊണ്ടാണ് സഭ പറയുന്നത്, ഇത് സഭയാണ് വ്യാഖ്യാനിക്കേണ്ടത്. കാരണം പൗലോസ് എഴുതിയിരിക്കുന്ന ആ വാക്യത്തിന്റെ അർത്ഥം ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ, ഇറ്റ് ഈസ് പ്രൊഫിറ്റബിൾ ഫോർ എ കശീഷോ, ഇറ്റ് ഈസ് പ്രൊഫിറ്റബിൾ ഫോർ എ മാൻ ഓഫ് ഗോഡ്. എല്ലാവർക്കും അല്ല. എല്ലാ തിരുവെഴുത്തു എന്ന് പറയുമ്പോൾ ഈ ഇതിനകത്ത് എല്ലാ വാക്കുകൾ, കഴുതാടെ ലിംഗം പോലത്തെ ലിംഗം ഉണ്ടായിരുന്നേ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല. അതുകൊണ്ടൊക്കെ നിനക്ക് എന്ത് പ്രയോജനം? ആർക്കുണ്ടാകുന്നത്? അപ്പൊ റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചേഴ്സ്. ഇത് മാൻ ഓഫ് ഗോഡിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ വഴിയെ പോകുന്നവന് ഇത് പ്രയോജനം ഉണ്ടെന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഒത്തിരി പേര് ഭിത്തിയിലൊക്കെ വാക്കി എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല. കാണുന്ന ഭിത്തികളെല്ലാം മഹനേ എന്നെല്ലാം പറഞ്ഞ് ഈ ബൈബിൾ ഇങ്ങനെ ഭിത്തിയെ വഴി ഇങ്ങനെ ദൈവം വന്ന് പിടിക്കുമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ദൈവം മനുഷ്യരിലൂടെയാണ് ഇടപെടുന്നത്. അതിനാണ് ദൈവം തന്നെ മനുഷ്യനായത്. അല്ലെ ദൈവത്തിന് മുകളിൽ നിന്ന് കുറച്ച് വചനം പൊഴിപ്പിച്ചാൽ പോരായിരുന്നു. ഓരോ പ്രാവശ്യം കാലവർഷവും തുലാവർഷവും പെയ്യുമ്പോൾ കുറച്ച് ബൈബിൾ മുകളിൽ നിന്ന് പെയ്താൽ പോരായിരുന്നു. പുത്രനെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എന്തിനാ പുത്രനെ അയച്ചത്? പകരം ഒരു പുസ്തകം അയച്ചാൽ പോരായിരുന്നോ? പുത്രനെ അയച്ച നിൻ സ്നേഹം എത്രയോ അത്ഭുതം താതനെ. പുത്രനെ എന്തിനാ അയച്ചത്? പുസ്തകം അയച്ചാൽ പോരായിരുന്നോ? പുസ്തകം അയക്കാതെ പുത്രനെ അയച്ച ദൈവം മനുഷ്യരിലൂടെയാണ് ഇടപെടുന്നത്. പുത്രൻ എന്തിനാ 12 അപ്പോസ്തലന്മാരെ ആക്കിയത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെയും പെന്തക്കോസ്തുകാർ ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പൊ അപ്പോസ്തലന്മാരെ ആക്കിയത് മനുഷ്യനെയാണ് ആക്കുന്നത്, മനുഷ്യരിലൂടെ. ഇന്നും ആ പിന്തുടർച്ച നിലനിൽക്കുന്നു. നമുക്ക് ബിഷപ്സ് കൗൺസിലുണ്ട്, പിതാക്കന്മാരുണ്ട്, നമുക്ക് സഭാപിതാക്കന്മാർ, സഭയുടെ പിതാക്കന്മാർ ആണ് ഓർത്തഡോക്സിയുടെ പ്രത്യേകത. ഇന്നും സഭാപിതാക്കന്മാരുണ്ടെന്ന ഓർത്തഡോക്സ് വിശ്വസിക്കുന്നു. കാരണം ഇന്നും ഹോളി സ്പിരിറ്റ് റിട്ടയർ ചെയ്തൊന്നും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഉപദേശവും ശാസനവും ഗുണീകരണവും നിയന്ത്രണവും മാർഗനിർദ്ദേശവും തരുവാൻ നമ്മുടെ നേതൃത്വമുണ്ട്. അവരാണ് നമ്മെ നയിക്കേണ്ടത്. അതാണ് ദൈവിക വ്യവസ്ഥ, അല്ലാതെ ഒരു പുസ്തകമല്ല.
പുസ്തകം നോക്കി ഓരോരുത്തരും തന്നെത്താൻ സ്വയമായി നയിക്കാൻ തുടങ്ങി. അന്ധനെ നയിക്കുമ്പോൾ ഇരുവരും കുഴിയിൽ വീഴുമെന്ന് കർത്താവായ യേശു പറഞ്ഞതുപോലെ. ഇവിടെ അന്ധനെ നയിച്ചിടുന്ന വീഥികൾ പെന്തക്കോസ്തിന്റെ വീഥികളാണ്. അന്ധനെ നയിക്കുന്നു. എത്ര വളരെ എന്നാ പറയുക, ഒരു വാക്കുണ്ട്, പക്ഷെ ആ വാക്ക് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഈ ദയനീയമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പൊ അടുത്തത് വക പ്രാപിച്ചു ഫർണിഷ്ഡ്. ഇതിന് ഗ്രീക്കിൽ എക്സാർട്ടീസോ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ വക പ്രാപിച്ച് തികയുകയാണ്. ഏതിനാലാണ് വക പ്രാപിക്കുന്നത്? നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. എ ട്രെയിൻഡ് മാൻ ഓഫ് ഗോഡ്, എ ചോസൺ മാൻ ഓഫ് ഗോഡ്, an anointed man of God, an appointed man of God. അഭിഷിക്തനായ, തിരഞ്ഞെടുക്കപ്പെട്ട, പട്ടം നൽകപ്പെട്ട, സഭ അംഗീകരിച്ച, മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുമ്പാകെ സ്വീകാര്യമുള്ള ഒരു ശുശ്രൂഷകന് ഇത് പ്രയോജനപ്രദമാണെന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഇന്നലെ അങ്ങോട്ട് പോകാൻ ഇന്ന് ഇങ്ങോട്ട് വന്ന് ഇതെടുത്തോണ്ട് വന്ന് അവൻ ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കുക എന്നുള്ള രീതിയല്ല. ഇനി ഡെനീഷ് നമ്മളെ കേട്ടോണ്ടിരിപ്പുണ്ട്. ഡെനീഷ് തന്നെ സ്വന്തം മനസാക്ഷിയിൽ ചിന്തിച്ചിട്ട് പറ, പ്രൊട്ടസ്റ്റന്റിലെ ബൈബിൾ വ്യാഖ്യാനം അല്ലെ പെന്തക്കോസ്റ്റിലെ ബൈബിൾ, പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്റ്റുകാരെ അംഗീകരിക്കത്തില്ല എന്നൊക്കെ ഇന്നലെ നമ്മൾ തിരുമേനി പറയുന്നത് കേട്ടല്ലോ. അത് തന്നെയാണ് ശരിയും. സെക്ടേറിയനിസമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പൊതു മാനദണ്ഡമുണ്ടോ ബൈബിൾ വ്യാഖ്യാനിക്കുവാൻ? നിങ്ങൾ തന്നെ 10 പേര് വന്നാൽ ഇപ്പം വ്യത്യസ്തമായിട്ടാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അത്തരത്തിലുള്ള അടികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു മാനദണ്ഡമില്ല, ഐക്യരൂപം നിങ്ങളുടെ ഉപദേശത്തിനില്ല. ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്നു. കത്തോലിക്ക സഭയിൽ ഒരു പോപ്പേ ഉള്ളൂ. പ്രൊട്ടസ്റ്റന്റ് ലോകത്ത് ഓരോരുത്തരും പോപ്പാണെന്ന് പണ്ടൊരാൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാവരും കത്തോലിക്ക സഭ ബൈബിൾ വ്യാഖ്യാനിക്ക് ഒറ്റ വ്യക്തിക്ക് അനുവാദമുള്ളൂ, അധികാരമുള്ളൂ, അംഗീകാരമുള്ളൂ. അത് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ വ്യാഖ്യാനിക്കുന്നതാണ് കത്തോലിക്കരെല്ലാം അംഗീകരിക്കുന്നത്. അപ്പൊ കത്തോലിക്ക സഭയിൽ ഒരു പോപ്പുണ്ട്, ഇൻഫാലിബിൾ പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ പിണങ്ങിപ്പോകുന്നത് പ്രൊട്ടസ്റ്റന്റ്. പക്ഷെ പ്രൊട്ടസ്റ്റന്റിൽ എല്ലാവരും പോപ്പുമാരാ. കാരണം ഓരോരുത്തരും വീട്ടിൽ ഇരുന്ന് ബൈബിൾ വ്യാഖ്യാനിക്കുക. ചെറിയാച്ചൻ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയല്ല മനുഷ്യാന്ന് ലീലാമച്ചി അടുക്കളയെന്ന് പറയും. അപ്പൊ ലീലാമയുടെ വ്യാഖ്യാനവും ചെറിയാന്റെ വ്യാഖ്യാനവും കൊണ്ടുവരും. അപ്പൊ അങ്ങോട്ട് വരുന്ന അയലക്കത്തെ കറിയാച്ചൻ പറയാം അത് അങ്ങനെയല്ല, മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരും. അപ്പൊ കഴിഞ്ഞ ആഴ്ച സ്നാനപ്പെട്ട ചന്ദ്രൻ പറയാം അതൊന്നും അല്ലെന്ന് പറയും. ചന്ദ്രന് തോന്നുന്ന. അപ്പൊ ചന്ദ്രന്റെ കൂടെ വീട്ടുകാർ കൂടുതലാണ്, ചന്ദ്രന്റെ വില. എന്നാ പിന്നെ ചന്ദ്രൻ പറയുന്നത് അംഗീകരിക്കുക, അല്ലെ സഭ പൊട്ടിപ്പോവല്ലോ. അപ്പൊ പിന്നെ ചന്ദ്രൻ പിന്നെ ഉപദേശിയായി. ഞാനിത് 25 കൊല്ലം കണ്ടതാ പെന്തക്കോസ്. ഇനി പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ പൊട്ടിക്കാം, എന്നാ ആട്ടറാ ഇവിടെ പിളരുകയാണ്. അപ്പൊ 2 സഭ, തോട്ടിന്റെ അപ്പുറം ഒരെണ്ണം, തോട്ടിന്റെ ഇപ്പുറം ഒരെണ്ണം. ചർച്ച് ഓഫ് ഗോഡ് നോർത്ത്, ചർച്ച് ഓഫ് ഗോഡ് ഈസ്റ്റ്. 2 ഉപദേശം ഇങ്ങനെയാണ്. മാസയോഗത്തിന് കാണും ഇങ്ങനെയുള്ള പെട്ടിക്കടകൾ. ഇതല്ലേ പെന്തക്കോസ്ത്. നിങ്ങളുമായിട്ട് എന്ത് സംവാദം നടത്താൻ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കുഴികളിൽ പെട്ടുകിടക്കുന്ന സുറിയാനിക്കാരെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്ലോറിയസ് ദർബാറിൽ വരാവുന്നതാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകൾ, സംശയങ്ങൾ, നിങ്ങളുടേതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ എന്തിനാണ് സഭ വിട്ടുപോയത്? ലെറ്റ് us റീസൺ. നമുക്ക് രമ്യതപ്പെടാം, അനുരഞ്ജനപ്പെടാം, സംവാദം നടത്താം. നിങ്ങൾ വരൂ മോളെ, നീ വരൂ മകളെ, മടങ്ങി വരൂ. ബസ്സിൽ വെച്ച് നിന്നെ 5 സ്റ്റാർ കാണിച്ച ആ കൊച്ചമ്മയെ കൂടെ കൊണ്ടുവരണ്ട. കാരണം കൊച്ചമ്മയോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. നീ വാ, നമുക്ക് സംസാരിക്കാം. നീ വരൂ, നമുക്ക് സംസാരിക്കാമല്ലോ.
ഗാദൂതർക്കുടയവനെ, അവരാൽ മഹത്വപ്പെടുന്നവനെ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവ സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോ കൈക്കൊള്ളുവോനെ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. നാളുപവസിക്കാൻ വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു. നമ്മുടെ ഡെനീഷ് എഴുതിയിരിക്കുന്നത് ഞാൻ കത്തോലിക്ക സഭയിൽ നിന്നാണ് പോയത്. അതുകൊണ്ടാണ് ഡെനീഷ് ഞാൻ ഈ പറയുന്നത് ഈ മിനിസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ എത്രയോ നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അന്നൊന്നും ഒരു പോയിന്റും പറയാനില്ലായിരുന്നു. ഇപ്പൊ പറയുന്നത് ഇത് പൗലുസ്ലീഹയുടെ ഒരു പാറ്റേൺ ആണ്. പൗലുസ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയാണ്, നമ്മുടെ പൂർവന്മാർ, നിന്റെ അമ്മ, നിന്റെ വലിയമ്മ, നിന്റെ വിശ്വാസം, എൻ്റെ കണ്ണുനീര് വൈകാരികമായിട്ട് ആണ് ഇടപെടുന്നത്. ഇപ്പം ഞങ്ങൾ അതാണ് താല്പര്യപ്പെടുന്നത്. ഫിലേമോൻ എഴുതുമ്പോൾ നിങ്ങൾ ഡെനീഷ് കണ്ടിട്ടുണ്ടോ? ഫിലേമോനോട് പറയാണ്, പണ്ട് നീ കൊലാസിയാന്ന് ചാടിപ്പോയി നിന്റെ പഴയ ആ ദാസനുണ്ടല്ലോ, അപ്പോൾ ഒനേസിമോസിനോട് പറയാണ്, നിന്റെ പഴയ യജമാനില്ലേ. അപ്പം ഈ റിലേഷൻഷിപ്സിനെ റീബിൽഡ് ചെയ്തിട്ടാണ് ഫെയ്ത്തിനെ കൊണ്ടുവരുന്നത്. അപ്പം അതാണ് ചർച്ച എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിലേഷൻഷിപ്സ് ആണ്. അപ്പം അതാണ് ഇവിടെ ഞാൻ സുറിയാനിക്കാരോ നിങ്ങളുടെ അറ്റുപോയ ബന്ധങ്ങൾ, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ, അപ്പാപ്പൻ, അമ്മാച്ചൻ, എനിക്കുള്ള റിലേഷൻഷിപ്സിലേക്ക് വരികയാണ്. ആ റിലേഷൻഷിപ്സിലൂടെയാണ് നമ്മൾ ഫെയ്ത്ത്. അതാണ് പൗലുസ്ലീഹ അവലംബിച്ച മാർഗം. കാരണം ചർച്ച് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം. അപ്പം നിങ്ങൾ തന്നെ അവരെ പറഞ്ഞ് തിരിച്ചുവിടണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ തിരിച്ചുവിടണം. അവരുടെ സ്വത്വത്തിലേക്ക്, അവരുടെ സ്വന്തങ്ങളിലേക്ക് തിരിച്ചുവിടണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാനിവിടെ വിരോധം കൊണ്ട് പറഞ്ഞാൽ ജയിച്ചു. കടൽ കൂപാമഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചന